എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ 23/12/2023 നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 244/2023. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 സി നാനാ സാഹിബ് കാൺപൂർ, 2 ഡി മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, 3 ബി കൻവർ സിംഗ് ആര, 4 എ ബീഗം ഹസരത്ത് മഹൽ ലക്നൗ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന, ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഖേദ ആയിരുന്നു. മൂന്നാമത്തേത്, ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബേപ്പൂർ തിരൂർ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ടി പ്രകാശം. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പോർച്ചുഗീസ്. അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്നത് ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 1, ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. 2, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3ഉം 4ഉമാണ് ഉത്തരം. 3 സൗരോർജം, 4 ജൈവ താപോർജം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. NW3. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമന്നലോട് കൂടിയ കൊടുങ്കാറ്റ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നോർവെസ്റ്റർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൊൽക്കത്ത. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ബജറ്റ് ലൈനും നിസ്സംഗതാവക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം? ഓപ്ഷൻ സി ആണ് ഉത്തരം. പണം. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? 0, പോസിറ്റീവ്, നെഗറ്റീവ് ഇവയെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡിറൈവ്ഡ് ഡിമാൻഡ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ബാങ്ക് നിരക്ക്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. വീട്ടമ്മമാരുടെ സേവനം. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൺലി 1 and 2. ഒന്നാമത്തേത് 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രണ്ടാമത്തേത് 74ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1 and 2. ഒന്നാമത്തേത്
ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. രണ്ടാമത്തേത് ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 2 and 3. രണ്ടാമത്തേത് ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. 3. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 1 and 3. ഒന്നാമത്തേത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 3. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൺലി 1 and 3. 1. സംസ്ഥാന ഗവൺമെൻറ്റാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. 3. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓൺലി 1 and 2. 1. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. 2. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൺലി 1 and 3. 1. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 3. ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 2 and 3. 2. ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. 3. പ്രധാനമായും 5 റിട്ടാണുള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൾ ഓഫ് ദി അബവ്. 1, 2 and 3. 1. സംസ്ഥാനത്തിലുള്ള കേസുകൾ പരിഗണിക്കുന്നത് കോടതിയാണ് ഹൈക്കോടതി. 2. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. 3. സുപ്രീം കോടതികൾക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1 and 3. 1. 42ാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 3. 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓൺലി 2 and 3. 2. ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പ് മന്ത്രി. 3. AK ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി. കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൾ ഓഫ് ദി അബവ്. 1, 2 and 3. 1. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. 2. 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. 3. സ്പീക്കർ AN ഷംസീറിൻ്റെ തിരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൾ ഓഫ് ദി അബവ്. 1, 2 and 3. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ്. കോവളം മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് M. വിൻസെൻറ്റിനെയാണ്. മനുഷ്യഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മുകളിലത്തെ രണ്ട് അറകളിൽ ഒന്ന് ഇടത് ഏട്രിയം മറ്റേത് വലത് ഏട്രിയം എന്നും താഴത്തെ രണ്ടറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെൻട്രിക്കിൾ എന്നും പറയുന്നു. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2021 ലോക പക്ഷാഘാത ദിന സന്ദേശം. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജലദോഷം. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം.
ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണികളെക്കുറിച്ചുള്ള പഠനത്തിന്. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജീവകം B1. എന്താണ് യൂട്രോഫിക്കേഷൻ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതകർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 4ാമത്തെ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന. ഗതിക ഘർഷണവും സ്ഥിതകർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. 2, ഗുരുത്വ ത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. 4, ഗുരുത്വ ത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. പ്രകാശവൈദ്യുത പ്രഭാവമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 4ാമത്തെ പ്രസ്താവനയാണ് ചേരാത്ത പ്രസ്താവന. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീതാനുപാതത്തിലായിരിക്കും. 2022 ഊർജ്ജതന്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിനായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്വാണ്ടം മെക്കാനിക്സ്. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാനിടയുള്ളത് ഏത് മൂലകത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫോസ്ഫറസ്. ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. BF3. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. എഥനോൾ. ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓർബിറ്റൽ. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, 4 ഇവ ശരി. 1 ജി ശങ്കരക്കുറുപ്പ്, 3 ONV കുറുപ്പ്, 4 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ ഭീതി വേണ്ട തരിക ധനിക്കു നീ എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആനന്ദൻ മാതങ്കിയോട്. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്രാവിഷ്കാരവുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 ഇവ ശരിയാണ്. 1 പള്ളിവാളും കൽച്ചിലമ്പും നിർമാല്യം. 2 ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും വിധേയൻ. 3 നീലവെളിച്ചം ഭാർഗവി നിലയം. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. M. മുകുന്ദൻ. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, 4 ശരിയാണ്. 1 സർവ്വവിജ്ഞാനകോശം ഡയറക്ടർ. 3 DLT ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. 4 സാക്ഷരതാ മിഷൻ ഡയറക്ടർ. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3/4. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. മണിക്കൂറിൽ 90 കിലോമീറ്റർ. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 10. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 32. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ട്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 57. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. 30. ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വ്യാഴം.
587 രൂപ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി എങ്കിൽ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം 20. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം 84. 75 ക്യൂബ് മൈനസ് 25 ക്യൂബ് ബൈ 75 സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ഡി ആണ് ഉത്തരം 50. Where did you go yesterday? Where did you go yesterday? The policeman told the boy. Choose the correct sentence in reported speech. Option C ആണ് ഉത്തരം. The policeman asked the boy where he had gone the previous day. The athlete dashed on the ground and cried for help. Option A ആണ് ഉത്തരം lay. Find the wrongly spelt word. Option D ആണ് ഉത്തരം. The idiom on the trot means. Option B ആണ് ഉത്തരം consecutively. The word catastrophophobia means. Option A ആണ് ഉത്തരം the fear of mirrors. Balus returned the book dash. Option B ആണ് ഉത്തരം hasn't he. The meaning of the phrase carte blanche is. Option D ആണ് ഉത്തരം the complete freedom to act as one thinks best. The antonym of the word redundant is. Option C ആണ് ഉത്തരം necessary. Choose the correct sentence. Option A ആണ് ഉത്തരം I had left home before he came. The officer went dash the report many times and approved it. Option B ആണ് ഉത്തരം over. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം സ്വാദിഷ്ടം. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ബി ആണ് ഉത്തരം വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദമേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം ജനകൻ. സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വിസ്മരിക്കുക. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ സി ആണ് ഉത്തരം വെൺ പ്ലസ് ചാമരം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ്? ഓപ്ഷൻ ബി വിദുഷി. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം ഭാഗവതർ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം നിത്യാഭ്യാസി ആനയെ എടുക്കും. ക്ഷോഭിച്ചവൻ എന്ന അർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം ക്ഷുഭിതൻ. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉത്പാദനത്തിന് ഉദാഹരണമാകുന്ന വസ്തുവേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം 2 മാത്രം. കർപ്പൂരം. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം 2%. LPGക്ക് ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം ഈഥൈൽ മെർക്യാപ്റ്റൻ. BLEVE എന്നതിൻ്റെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം പാസ്കലിൻ്റെ നിയമം. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം ട്രെം കാർഡ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം? ഓപ്ഷൻ സി ആണ് ഉത്തരം 540. ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം 2 മാത്രം. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷൻ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിൻ്റ് എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 38 ഡിഗ്രി സെൽഷ്യസ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്?
ഓപ്ഷൻ സി ആണ് ഉത്തരം, വിറ്റാമിൻ കെ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അഡ്രിനാലിൻ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹീമോഗ്ലോബിൻ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കാർബൺ മോണോക്സൈഡ്. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 3. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകർ ചെയ്യരുതാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 4. അറിയാവുന്ന ചികിത്സ നൽകണം. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വിഷമഭംഗം. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വകുപ്പ് 66F. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വകുപ്പ് 66D. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.